ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബട്ടർ കുക്കീസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ചോക്കോ ചിപ്സ് വെച്ചിട്ടാണ് ഈ കുക്കീസ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് കണ്ടു നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് നല്ല കട്ടായതുകൊണ്ട് തന്നെ ഞാൻ ഗ്യാസിൽ വെച്ചിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആണെന്നുണ്ടെങ്കിൽ മെൽറ്റാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടൊന്ന് മിക്സാക്കി കൊടുത്താൽ മതി കേട്ടോ. മെൽറ്റാക്കി എടുത്തിട്ടുള്ള ബട്ടർ ഒരു ബൗളിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് പഞ്ചസാരയും ബട്ടറൊക്കെ നല്ലോണം ഒന്ന് മെൽറ്റാക്കിയിട്ടെടുക്കുക. ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വെച്ചെടുക്കുന്നുണ്ട്. അതുപോലെ 1/2 ടീസ്പൂണോളം വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പോളം ചോക്കോ ചിപ്സ് ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചോക്ലേറ്റ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ ചോക്കോ ചിപ്സാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ഫ്രീസറിലൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു കിങ് റാപ്പ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ടൊന്ന് മൂടി കൊടുത്തതിന് ശേഷം ഫ്രീസറിലൊന്ന് വെച്ച് കൊടുക്കുക. അങ്ങനെ ഇത് അരമണിക്കൂറിന് ശേഷം ഞാൻ വീണ്ടും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല കട്ടായിട്ട് കിട്ടും കേട്ടോ. ആ ലൂസൊക്കെ ഒന്ന് പോയിട്ട് നല്ല ഹാർഡായിട്ട് കിട്ടും. ഇതെല്ലാം കൂടിയിട്ട് ഒന്നും കൂടി ഇത് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അതിനൊരളവ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മളെ ബാറ്റർ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ട്രേയിൽ 4 കുക്കീസാണ് കേട്ടോ ഞാൻ തയ്യാറാക്കുന്നത്. ഇനി ഇതൊരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 15 മിനിറ്റ് ഞാനിതൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കി ഒരു 3 പീസും കൂടി ഉണ്ടായിരുന്നു. അത് ഞാൻ വേറെ പ്ലേറ്റിൽ വെച്ചിട്ടും ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാ 15 മിനിറ്റിന് ശേഷം നമ്മളെ കുക്കീസോടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ ചൂടാറിയതിന് ശേഷം നല്ല ഹാർഡായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. നമുക്ക് വീട്ടിൽ മക്കൾക്കൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി കൊടുക്കാൻ പറ്റില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയും കൂടിയാണ് കേട്ടോ. ഓവൺ ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ ചെമ്പട്ടിയിലോ അതുപോലെ കുക്കറിലൊക്കെ കേക്ക് ബേക്ക് ചെയ്യൂലേ, ആ ഒരു രൂപത്തിൽ ഈ ഒരു കുക്കീസ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.